വിഷ്ണുകുട്ടാ, നീ ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ. ആ അബു, ഞാൻ നല്ല സന്തോഷത്തിലാണ്. ഇനി നമ്മളെ പരീക്ഷ കഴിഞ്ഞാല് നമുക്ക് 10 ദിവസം സ്കൂൾ ഉണ്ടാവില്ലല്ലോ. അപ്പൊ ഞാൻ എന്റെ അമ്മയുടെ വീട്ടിൽ പോവാലോ. ഞങ്ങളും പോവാലോ സ്കൂൾ പൂട്ടുമ്പോ അമ്മയുടെ വീട്ടിലേക്ക്. ആ ഞാനും പോവാലോ. ആഹാ, അപ്പൊ നമ്മള് 3 പേര് അമ്മന്റെ വീട്ടിലേക്ക് പോവില്ലേ? എന്നിട്ട് നമ്മൾ അടിച്ചു പൊളിക്കില്ലേ ഓണത്തിന്? ഹായ് ജോളി. ആ എന്നിട്ട് നീ ഇന്നത്തെ എക്സാമിനുള്ളത് പഠിച്ചോ? ഞാൻ പഠിച്ചിട്ടുണ്ട്. നീ പഠിച്ചോ അബു? ഞാന് പഠിച്ചൊക്കെ ചെയ്തുക്കണം. പക്ഷെ ഞാൻ എല്ലാതും മറന്നുപോയി. അതാ ടീച്ചർ വരുന്നു. ഗുഡ് മോർണിംഗ് കുട്ടികളെ. ഗുഡ് മോർണിംഗ് ടീച്ചർ. ആ ഗുഡ് മോർണിംഗ് സിറ്റോ. എന്താ വിഷ്ണുകുട്ടാ നിന്റെ മുഖത്തൊരു സന്തോഷം? ഓണത്തിന്റെ ലീവിന് നമ്മുടെ വീട്ടിലേക്ക് പോകണം പറഞ്ഞിട്ട് സന്തോഷിച്ചിരിക്കുക. ആഹാ, ഇപ്പൊ തന്നെ അത് ചിന്തിച്ചിരിക്കുക. അപ്പൊ പരീക്ഷ എഴുതൊന്നും വേണ്ടേ? പരീക്ഷയൊക്കെ കഴിഞ്ഞിട്ടല്ലേ ലീവ്? എനിക്ക് അമ്മന്റെ വീട്ടിലേക്ക് പോണത് ഭയങ്കര ഇഷ്ടാ. അവിടെ കളിക്കാൻ ഒരുപാട് കുട്ടികളുണ്ടാവും. ആഹാ, ഇന്ന് പരീക്ഷ കഴിഞ്ഞിട്ട് പോയിക്കട്ടോ. ഓക്കേ ടീച്ചറേ. ഇന്ന് എല്ലാരും വന്നിട്ടില്ലേ? ആ ടീച്ചറേ, എല്ലാരും വന്നിക്കണോ. എന്നാ നമുക്ക് പരീക്ഷ തുടങ്ങാം. ഓക്കേ ടീച്ചർ. അപ്പൊ നമ്മള് പരീക്ഷ തുടങ്ങാണ്. ടീച്ചർ പറയുന്നതിന്റെ ഉത്തരം അവിടെ എഴുതാട്ടോ. ഓക്കെ? ശരി ടീച്ചറേ. 2 + 2 എത്രയാണ്? അത് എഴുതിക്കാണ് പേപ്പറില്. ആദ്യം 2 ഇട്ടിട്ട് പിന്നെ പ്ലസ് ഇട്ടിട്ട് പിന്നെ 2 ഇട്ടിട്ട് പിന്നെ ഈക്വൽ ഇട്ടിട്ട് പിന്നെ അതിന്റെ ആൻസർ എഴുതോണ്ട് കേട്ടോ. ശരി ടീച്ചറേ. എന്ന് എഴുതിക്കോളി. 2 + 2 എത്രയാണ്? എഴുതിക്കോളി. 2 + 2 എത്രയാണ്? കയ്യുമിന്നിട്ട് 1 2 3 4. ആ 4 ആണ് 4. ആ എനിക്ക് ഉത്തരം കിട്ടി 4. 2 + 2 എത്ര? എനിക്ക് ഓർമ്മ കിട്ടണില്ല. 1 2 3 ആണല്ലേ? എനിക്ക് ഉത്തരം അറിയാം 4. എല്ലാരും എഴുതിയില്ലേ? ഇനി അടുത്തത് 3 + 5 എത്രയാണെന്ന് എഴുതിക്കണേ. അയ്യോ, ഞാനൊക്കെ മറന്നുപോയല്ലോ. 3 4 1 2 3 4 5 6 ആയിരിക്കില്ല. എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. കയ്യമ്മ കൂട്ടട്ടെ. 5 കഴിഞ്ഞിട്ട് 6 7 8. ആ 8 ആണ്. ഇപ്പൊ നമ്മൾ പ്ലസ് അല്ലേ പറഞ്ഞത്, ഇനി നമ്മൾ മൈനസ് ആണ് പറയുന്നത് കേട്ടോ. കുറയ്ക്ക വേണ്ടത്. ഓക്കേ ടീച്ചർ. 8 - 2 എത്രയാണ്? എഴുതിക്കാണി. 8 2 പോയാല് 7. 8 2 പോയാല് കയ്യമ്മ 8 എടുക്കട്ടെ. 2 കുറച്ചാല് 6. എനിക്ക് ഉത്തരം അറിയാം 6. 9 - 3 എത്രയാണ്? എഴുതിക്കാണി. 9 3 കുറച്ചാല് 8. 9 3 കുറച്ചാല് 6. അത് സിമ്പിൾ അല്ലേ? അത് ആദ്യത്തെ ആൻസർ തന്നെയാണല്ലോ ഇതിനും കിട്ടുക 6. ഇനി നമുക്ക് ഗുണനാണ് വേണ്ടത് കേട്ടോ. ഇൻറ്റു അല്ലേ, അതാണ് വേണ്ടത്. 2 × 4 എത്രയാണ്? എഴുതിക്കാണി. 2 2 2 4 6ആണ്. 2 2 2 4 3 2 6 4 2 8 8. 2 × 4 8. 4 × 4 എത്രയാണ്? എഴുതിക്കാണി. 1 4 4 4 8 3 4 12 4 4 എത്രയാണ്? കിട്ടുന്നില്ലല്ലോ. 4 4 8 1 4 4 4 8 3 4 12 4 4 16. 4 × 4 16. എല്ലാരും എഴുതിയില്ലേ? ഇത്ര ക്വസ്റ്റ്യൻസ് തന്നെ ഉള്ളൂ. ഇനി എല്ലാരും പേപ്പർ ടീച്ചർ എടുത്ത് തരേ. ഇതാ ടീച്ചറേ. ഓക്കെ ശരി. ഇനി വിഷ്ണു വന്നേ. ഇതാ ടീച്ചറേ. ഇനി അപ്പുക്കുട്ടൻ തന്നെ. ഇതാ ടീച്ചറേ. ഓക്കെ, ഇനി ടീച്ചർ ഈ പേപ്പറൊക്കെ നോക്കട്ടെ കേട്ടോ. എല്ലാരും അവിടെ ശബ്ദം ഉണ്ടാക്കാതെ ഇരിക്കണം കേട്ടോ. ടീച്ചർ പേപ്പർ നോക്കി കഴിയോളാം. ഓക്കെ ടീച്ചർ. നീ എന്താടാ അപ്പൊ ഇങ്ങനെ വിഷമിച്ചിരിക്കണം? ഞാൻ ഒക്കെ പഠിച്ചിരുന്നു, ആവശ്യമൊക്കെ മറന്നുപോയി. അത് കുഴപ്പമില്ല അപ്പൊ. ചിലവര് ജയിക്കും, ചിലവര് തോൽക്കും. ഞാൻ എന്തായാലും തോൽക്കും. ടീച്ചർ വന്നോ? ഞാൻ ഓരോരുത്തരുടെ പേര് വായിക്കാം, അവര് പേപ്പർ പഠിച്ചോട്ടോ. അപ്പുക്കുട്ടന് 10 ൽ 10 ആട്ടോ. ഗുഡ് ബോയ്. കൺഗ്രാറ്റ്സ് അപ്പുക്കുട്ടാ. എല്ലാവരും ഒരു ക്ലാപ്പ് കൊടുത്തേ. ഇതാ വാങ്ങിച്ചോ അപ്പുക്കുട്ടാ. അടുത്തത് അബു. എന്താ അബു, ഓണപരീക്ഷ ആയിട്ടൊന്നും പഠിച്ചാൽ തന്നെ? എന്നാ കിട്ടിയിട്ടുണ്ടൊരു വലിയൊരു മുട്ടായി കൊണ്ടേ പൊഴിഞ്ഞാൽ തിന്നട്ടോ. എന്നാ വേടിക്ക് പേപ്പർ, അല്ലെങ്കിൽ തറയിൽ വീണാ പൊട്ടുള്ളൂ. അടുത്ത വിഷ്ണുക്കുട്ടൻ. 10 ൽ 10 ആട്ടോ വിഷ്ണുക്കുട്ടാ. ഗുഡ് ബോയ്. ഇപ്പൊ ആദ്യത്തെ പോലെ നല്ലല്ലോ, നല്ലോണം പഠിക്കണൊക്കെ ഉണ്ടല്ലോ. എല്ലാവരും വിഷ്ണുക്കുട്ടനെ ഒരു ക്ലാപ്പ് കൊടുത്തേ. അപ്പൊ നമ്മൾ ഇന്നത്തെ എക്സാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നാളെ എക്സാമിന് എല്ലാവരും പഠിച്ചിട്ട് വരണേ. ഓക്കേ ടീച്ചർ.